യുവഭാരത് ടി വിയിലേക്ക് എല്ലാവർക്കും വിനീത നമസ്കാരം. NDA പഴയന്നൂർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് റാലിയും പൊതുസമ്മേളനവും നടത്തി. ചേലക്കര നിയോജക മണ്ഡലം NDA സ്ഥാനാർത്ഥി ശ്രീ K. ബാലകൃഷ്ണൻ്റെ വിജയത്തിനു വേണ്ടി പഴയന്നൂർ പാട്ടുകൊട്ടുകാവ് തിരുസന്നിധിയിൽ നിന്നാരംഭിച്ച വർണ്ണശബളമായ ഘോഷയാത്ര പഴയന്നൂർ ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ സമാപിച്ചു. ശേഷം നടന്ന പൊതുസമ്മേളനം ഭാരതീയ ജനതാ പാർട്ടി നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. ഇത്തവണ NDA ചേലക്കര നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്നത് വോട്ട് വർദ്ധിപ്പിക്കുവാനല്ല, മറിച്ച് ജയിക്കുവാനാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ജില്ലാ പ്രസിഡന്റ് സൂചിപ്പിച്ചു. പൊതുയോഗത്തിൽ പഴയന്നൂർ ഏരിയ പ്രസിഡന്റ് ശ്രീ മനോജ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി ശ്രീ വിനയൻ, മണ്ഡലം പ്രസിഡന്റ് TC പ്രകാശൻ, മണ്ഡലം ജനറൽ സെക്രട്ടറി TH അരുൺ, ന്യൂനപക്ഷ മോർച്ച മണ്ഡലം പ്രസിഡന്റ് റോയ് പോൾ, വാർഡ് മെമ്പർമാരായിട്ടുള്ള സഞ്ജിത്ത് തങ്കപ്പൻ, മനോജ്, കൃഷ്ണകുമാർ, SC മോർച്ച മണ്ഡലം പ്രസിഡന്റ് OP ഉണ്ണികൃഷ്ണൻ, A. ശശി, വിലാസിനി, കൃഷ്ണകുമാർ, എളനാട് ഏരിയ പ്രസിഡന്റ് അഖിൽ CL, എളനാട് ഏരിയ സെക്രട്ടറി സന്ദീപ് രാജ്, BDJS മണ്ഡലം ജനറൽ സെക്രട്ടറി പ്രഭാകരൻ മാഞ്ചാടി തുടങ്ങിയവർ നേതൃത്വം നൽകി. വേണ്ടിയിട്ട് വെപ്രാളപ്പെട്ട് നടക്കുന്ന രണ്ട് മുന്നണികളെ മാത്രമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. LDF-ഉം UDF-ഉം എങ്ങനെയൊക്കെയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ NDA-യുടെ കുതിപ്പ് തടയാൻ ശ്രമിക്കുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ പോലും ഭാരതീയ ജനതാ പാർട്ടിയുടെ NDA-യുടെ സ്ഥാനാർത്ഥികൾ വിജയിക്കരുതെന്ന് കരുതി ഇന്ത്യ സഖ്യം കൃത്യമായിട്ട് പണിയെടുത്ത് നോക്കിയിട്ടും ഈ ചേലക്കരയിൽ അത് ഏശിയില്ല എന്നുള്ളത് തന്നെയാണ് ഈ പ്രാവശ്യം ചേലക്കരയിൽ പൊൻതാമര തന്നെ വിരിയുമെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കുന്നത്. കാരണം കഴിഞ്ഞ കുറെ കാലങ്ങളായിക്കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയെയും ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം ചേർന്ന് സഞ്ചരിക്കുന്നവരെയും സൈബർ ആക്രമണങ്ങൾ ഏർപ്പെടുത്തിയും അല്ലെങ്കിൽ അവരെ ഒറ്റപ്പെടുത്തിയും കുറ്റപ്പെടുത്തിയും ഒക്കെ മുന്നോട്ട് പോകുന്നതിൽ കവിഞ്ഞ് കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള ഒരു തെളിവ് പോലും, അഴിമതിയുടെ ഒരു തെളിവ് പോലും ഇന്ന് രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിനെതിരെ കണ്ടെത്താനായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി ഒരിക്കൽ ഒരിടത്ത് താമര വിരിയിച്ചാൽ അവിടെ പിന്നീട് താമര മാത്രമേ വിരിയൂ എന്നുള്ളതിന്റെ പേടിയും കൂടിയാണ് ഇത്തരത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയെ എങ്ങനെയും ഒക്കെ ജയിക്കുന്നതിന് തടസ്സം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നേരത്തെ അധ്യക്ഷൻ ഇവിടെ സൂചിപ്പിച്ചു, ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ചിലരൊക്കെ എത്തിക്കഴിഞ്ഞാൽ പലതും ഇവിടേക്ക് പുറത്തേക്ക് വരുമെന്നുള്ളതിന്റെ പേടി കൊണ്ട് ഭീഷണിപ്പെടുത്തിയും ആളുകളെ ഇനി അങ്ങ് വെച്ചേക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമല്ല അവരെയൊക്കെ കുടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട്